Hi friends, welcome back to my channel. നമ്മൾ മിക്കവരുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ് ബ്രെഡ് ടോസ്റ്റ് അല്ലെങ്കിൽ റൊട്ടി വാട്ടിയത്. അത് നല്ല മധുരത്തിലും നല്ല എരിവിലൊക്കെ ഉണ്ടാക്കാറുണ്ട്. പല വിധത്തിലും പലരും ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പോൾ ഇത് കാണുന്നതിന്റെ മുന്നേ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ വീഡിയോസ് കാണുക. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതൊരു മിക്സിന്റെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. അതും സെയിം ജാറിലോട്ടേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അരക്കപ്പ് പാലാണ്. അതും നമുക്ക് ആ മിക്സിന്റെ ജാറിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ അരക്കപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 120 മില്ലിയാണ് വരുന്നത്. ഇനി ഇതിലോട്ടേക്ക് അൺഫ്ലേവേർഡ് ആയിട്ടുള്ള ഓയിലാണ് ഒഴിക്കുന്നത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ഒരു 2 തുള്ളി വാനില എസൻസോ അല്ലെങ്കിൽ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഏലക്ക പൊടിയോ ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും ഒന്ന് ചേർത്തെടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പം ഞാനിവിടെ നന്നായിട്ട് അത് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് വൈറ്റ് ബ്രെഡ് ആണ്. നമുക്ക് സാധാരണ ഷോപ്പിൽ കിട്ടുന്ന ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു പാത്രം, ഒരു പാൻ നമുക്ക് അടുപ്പത്തോട്ട് വെച്ചു കൊടുക്കാം. അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ടേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ കുറച്ച് നെയ്യോ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഓരോ ബ്രെഡും ഇതുപോലെ ഈ ഒരു ഗ്രേവിയിലോട്ടേക്ക് മുക്കിയതിന് ശേഷം, ഈ ഒരു ബാറ്ററിലോട്ടേക്ക് മുക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ബ്രെഡ് ഇങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സാധാരണ ഞാൻ 2 മുട്ട വെച്ചിട്ടൊക്കെ ഇതുപോലെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു മോയ്സ്ചർ ആ ഒരു ബ്രെഡിൽ കിട്ടില്ല. ഒരു ഡ്രൈ ആ ഒരു ഫീലൊക്കെയാണ് ഉണ്ടാവാറ്. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഞാനൊരു 16 ബ്രെഡോളം ഇതുപോലെ ടോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുട്ടേന്റെ സൈസൊക്കെ കൂടുന്നതിനനുസരിച്ച് നമുക്ക് കുറച്ചും കൂടി അധികം ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ 2 മുട്ടയാണെങ്കിൽ അരക്കപ്പ് മിൽക്ക് എന്നുള്ള ഒരു അളവാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുന്ന എനിക്ക് ഷുവർ ആയിട്ട് 100% ഗ്യാരണ്ടി തരാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. വാനില എസൻസ് ആണ് ചേർക്കുന്നതെങ്കിൽ അടിപൊളിയാണ് കേട്ടോ സാധനം. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതൊരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലൊക്കെ അതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് സമയം കഴിയുമ്പം ഇത് നമുക്കൊന്ന് അടിഭാഗം റെഡിയായി എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പൊ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവുന്ന ഒരു ഐറ്റം ആണിത്. വൈകുന്നേരത്തെ ചായക്കൂട്ടലായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പൊ നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ കമന്റ് ആയിട്ട് എന്തായാലും അറിയിക്കുക. ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് നമുക്ക് കണ്ടുമുട്ടാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.